ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ CPO എക്സാം അങ്ങനെ 8-ാം തീയതി കഴിഞ്ഞിരിക്കുകയാണ് CPOയുടെ എക്സാം. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് പറഞ്ഞു പോകാം. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. റാങ്ക് ലിസ്റ്റ് ഏപ്രിലാണ് നിലവിൽ വന്നത്. അടുത്ത ഏപ്രിലോടുകൂടിയേ അത് അവസാനിക്കുകയുള്ളൂ. അതായത് 1 വർഷം കഴിഞ്ഞ് അത് അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ആ സമയമാകാറാകുമ്പോഴേ വരികയുള്ളൂ. കാരണം ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന മുറയ്ക്കാണ് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ആ സമയമാകുമ്പോഴേ അടുത്ത റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ? എന്തുണ്ട്? ഫിസിക്കലുണ്ട്. ഫിസിക്കൽ പാസ്സാകണം. ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഓരോ ബറ്റാലിയൻ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. ഇന്നലെ നടന്ന പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് പരീക്ഷ, അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതകൾ കൂടിയ ചോദ്യപേപ്പർ കൂടി ആയിരുന്നു ഇന്നലത്തെ നടന്ന പരീക്ഷ. അപ്പോൾ നോർമലി ഒരു PSC കുറേ നാളായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-60 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 65 മാർക്കോളം എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇന്നലെ നടന്ന പരീക്ഷ. അതിൽ നിന്നും നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് കഴിഞ്ഞ ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ലിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. SAPയിലും അതേ എല്ലാ ബറ്റാലിയനിലും വളരെ കുറച്ച് പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അതായത് 2019 നടന്ന പരീക്ഷയേക്കാൾ വളരെ കുറച്ച് പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇത്തവണ ഇട്ടിരിക്കുന്നത്. KP ഫസ്റ്റിനെയൊക്കെ സംബന്ധിച്ചിട്ട് 400 സംതിങ്ങോളം പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SAPയിലാണ് 800 സംതിങ്ങോളം പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം, ഈ ബോർഡിലുണ്ട്. അത് ഞാൻ പറയാം, എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ഈ പരീക്ഷ, ഇപ്പോൾ നടന്ന പരീക്ഷയിൽ നിന്നും ഏകദേശം അത്രയും പേരെ തന്നെയാണ് ഇനിയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയുള്ളത്. കാരണം ഒരുപാട് പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് നിയമനം കൊടുക്കാതെ വരുമ്പോൾ പിന്നെ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു, ആളെ കുറച്ച് ഇനി എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. അത് വേക്കൻസിക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ, ലിസ്റ്റ് ഇടുകയുള്ളൂ എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇന്നലെ നടന്ന പരീക്ഷ അത് നമുക്ക് ബറ്റാലിയൻ വൈസ് നോക്കുകയാണെങ്കിൽ SAP ഏകദേശം 50-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. 50-നും 55-നും SAPയും അതേപോലെ തന്നെ KP3യും MSPയും ആ രീതിയിലായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത കൂടുതലുള്ളത്. കാരണം അപേക്ഷകർ മിക്കവരും കൂടുതലും എവിടെയായിരിക്കും, SAP അതേപോലെ KP3 MSPയിലൊക്കെ അപേക്ഷകരും കൂടുതലായിരിക്കും. അത്യാവശ്യം കോമ്പറ്റീഷനുള്ള ഒരു ബറ്റാലിയൻ കൂടിയാണ് ഈ പറയുന്ന SAP, KP3, MSP എന്നീ ബറ്റാലിയൻ. അപ്പോൾ അവിടെയൊക്കെ ഈ 3 ബറ്റാലിയനും ഏകദേശം 50-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഇനി KP ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം 45-ന് അടുത്തായിരുന്നു കട്ട് ഓഫ്. ഇത്തവണയും എന്താണ് ആ രീതിയിൽ തന്നെ 45-നും അല്ലെങ്കിൽ ഒരു 50-നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാനാണ് KP ഫസ്റ്റിനും സാധ്യത. KP സെക്കൻഡിന് ഏകദേശം 46, 48 ആ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ KP4നെ സംബന്ധിച്ചിടത്തോളം 45, 48 ഇതിനിടക്കായിരിക്കും കട്ട് ഓഫ് വരാനുള്ള സാധ്യത. അതേപോലെ തന്നെ KP5ഉം 45, 40 ഇതിനിടക്കായിരിക്കും അവിടെയും കട്ട് ഓഫ് വരാനുള്ള സാധ്യത. ഇത് ഒരു സാധ്യതയാണ് പറയുന്നത്. കാരണം നിലവിലെ സാഹചര്യം അനുസരിച്ചും അതേപോലെ തന്നെ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ 30-35 ആയിരുന്നു കട്ട് ഓഫ് പറഞ്ഞിട്ടിരുന്നത്. എന്നാൽ സാഹചര്യം മാറി, PSC ലിസ്റ്റ് ആളെ കുറച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു രീതിയിലായിരിക്കും കട്ട് ഓഫ് വരിക. ഫിസിക്കൽ കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് കുറച്ച്, അല്ലെങ്കിൽ ഒരു 45 ആ രീതിയിലേക്ക് കട്ട് ഓഫ് വരുന്നത്. ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. SAP തിരുവനന്തപുരം മെയിൻ ലിസ്റ്റിൽ 895 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിയിൽ 547, ടോട്ടൽ 1442 പേര്. KP ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 487 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 197 പേര് സപ്ലിയിലുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ എത്രയാണ്, 684 പേര് മാത്രമേ അവിടെ ടോട്ടൽ ആയിട്ടുള്ളൂ. 684 പേര് മാത്രമേ ഉള്ളൂ. KP സെക്കൻഡ് 827 പേരാണ് മെയിൻ ലിസ്റ്റിൽ, 265 പേര് സപ്ലി, അതേപോലെ ടോട്ടൽ എത്രയാണ്, 1092 പേര്. KP3 അവിടെ ഗണ്യമായി കുറഞ്ഞു, 596 പേര് മാത്രമേ മെയിൻ ലിസ്റ്റിലുള്ളൂ, 205 പേര് സപ്ലിയിൽ, മൊത്തം എത്രയാണ്, 801 പേര്. KP4 685 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിയിൽ 223, അതേപോലെ 908 പേര് ടോട്ടൽ ലിസ്റ്റിൽ. KP5 മെയിൻ ലിസ്റ്റിൽ 494 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 165 പേര്, ടോട്ടൽ എത്രയാണ്, 659 പേര്. MSPയിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 741 പേരും സപ്ലിയിൽ 320 പേരും, ടോട്ടൽ 1061 പേരാണ് ടോട്ടൽ ലിസ്റ്റിലുള്ളത്. ഇതേപോലെ തന്നെ ഏകദേശം ഇതേ കണക്ക് പ്രകാരം തന്നെ ആയിരിക്കും ഇത്തവണ ഈ നടന്ന പരീക്ഷയുടെ
റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴും ഇത്രയും പേരെ തന്നെ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഏകദേശം ഇതിനോടടുത്ത് തന്നെ ഒരു എന്ത് ചെയ്യുള്ളൂ ഉൾപ്പെടുത്തും. കാരണം ഒരുപാട് പേരെ ഉൾപ്പെടുത്തിയിട്ട് സമരത്തിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് PS ശ്രമിക്കില്ല. അപ്പോൾ ഏകദേശം ഇതേപോലുള്ള ഒരു കട്ട് ഓഫ്, ഇതിനനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് എല്ലാം മിക്കവാറും 45-ന് മേളിലായിരിക്കും. എല്ലാ ബറ്റാലിയനിലുള്ള കട്ട് ഓഫ് 45-ന് മേളിലായിരിക്കും എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. 45-ന് മേളിലായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു SAP ഏകദേശം 50-നും 55-നും ഇടക്ക് വരും. അതേപോലെ KP3-യും 50-നും 55-നും ഇടക്ക് വരും. KP ഫസ്റ്റ് ഏകദേശം 45-നും 50-നും ഇടക്കായിരിക്കും കട്ട് ഓഫ്. KP സെക്കൻഡും 46, 48 ആ ഒരു റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ്. KP4 45-നും 50-നും ഇടക്കായിരിക്കും കട്ട് ഓഫ്. KP5ഉം അതേപോലെ തന്നെ 45-നും 50-നും ഇടക്ക് തന്നെ ആയിരിക്കും കട്ട് ഓഫ്. MSP എത്രയാണ്? 50-നും 55-നും ഇടക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് MSP. ഇതിന് മുന്നത്തെ ലിസ്റ്റിൽ 11,153 പേരുണ്ടായിട്ട് 4,511, എനിക്കാണ് ഇപ്പൊ 4,700 കുറച്ച് പേരെ കൂടി നിയമിച്ചിട്ടുണ്ട്. 4,700 സംതിങ്ങോളം പേരെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് പേരെ മാത്രമേ നിയമിച്ചുള്ളൂ. അത്രയും പേരുടെ ലിസ്റ്റ് ഉണ്ടായിട്ട്. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് ഏകദേശം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിക്കവാറും ഉള്ളവരെയും എന്താണ് നിയമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കേട്ടോ. അപ്പോ ഇതിനനുസരിച്ച് വേണം നമ്മൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇന്നലത്തെ പരീക്ഷ എഴുതി മാർക്ക് ലഭിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല സമയം, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് സമയം. റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത്. നമ്മുടെ ലക്ഷ്യം അതാണ്. റാങ്ക് ലിസ്റ്റിൽ വരാനല്ല, റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരണം, ആദ്യ 100 റാങ്കിനുള്ളിൽ വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പഠിത്തം മുഴുവനും. അതേപോലെ തന്നെ അടുത്ത CPO എക്സാം എന്നുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന റാങ്ക് ലിസ്റ്റ് ഏകദേശം ഏപ്രിലോടുകൂടി റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ വരുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ കൂടി ഇറക്കണം. ഏകദേശം ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയോടുകൂടി നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയോടുകൂടി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എല്ലാ വർഷവും എക്സാം നടത്തുന്ന ഒരു രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വർഷം ലാസ്റ്റ് തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കഠിനമായി പഠിക്കുക. ഇപ്പോൾ ഏകദേശം 45-ന് മേളിൽ മാർക്കുള്ളവർ എന്ത് ചെയ്യുക, ഫിസിക്കലും നോക്കി തുടങ്ങുക. ഓക്കെ, താങ്ക് യു.